ആലുവാമൊഴിയിൽ കരിമ്പനകൾ ഉറക്കമാണ്. എങ്ങും കുറ്റിരുട്ട് കനം തൂങ്ങി നിൽക്കുന്നു. കറുത്തവാവാണ്. അവർ 6 പേർ വരമ്പിലൂടെ നടക്കുകയാണ്. ആണ്ടിയാണ് മുന്നിൽ. തൊട്ടു പിന്നിൽ ഒരു പെണ്ണ്. അവളുടെ പിന്നാലെ മറ്റുള്ളവർ. കൂരിരുട്ടിലും പന്തങ്ങളൊന്നുമില്ലാതെയാണ് അവരുടെ യാത്ര. ആണ്ടിയുടെ കയ്യിൽ വലിയൊരു വേലുണ്ട്. അയാൾ അതുപയോഗിച്ച് തറയിൽ ചെറുതായി തട്ടിയാണ് നടക്കുന്നത്. ഇഴജന്തുക്കൾ എന്തെങ്കിലും പതുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു വെക്കോളും. അങ്ങ് ദൂരെ ഗൗണ്ടറുടെ മാളിക കാണാം. ഗൗണ്ടർ ആലുവാമൊഴിയിലെ കിരീടം വയ്ക്കാത്ത രാജാവാണ്. കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തോളണം, ചോര വീഴാതെ നോക്കണം, ആണ്ടി കൂടെയുള്ളവരോട് പറഞ്ഞു. ലീല, ആണ്ടിയുടെ മകൾ. അവൾ പരിസരം മുഴുവൻ നിരീക്ഷിച്ചു. 20 കഴിഞ്ഞതേയുള്ളൂ അവൾക്ക്. അതിനിടയിൽ അപ്പനോടൊപ്പം നടത്തിയ മോഷണങ്ങൾക്കും കൊള്ളയ്ക്കും കണക്കില്ല. തിരുട്ട് ഗ്രാമത്തിൽ ജനിച്ച് തിരുടരായി തന്നെ വളർന്ന ആണ്ടിയും സംഘവും മോഷണകലയുടെ 18 അടവും പയറ്റിയവരാണ്. ആണ്ടി ഒരു തെങ്ങിൻ്റെ മുകളിൽ അള്ളിപ്പിടിച്ച് കയറി പരിസരം നോക്കി. വലിയ ചുറ്റുമതിലുണ്ട്. അത് ചാടിക്കടക്കണം. അകത്ത് 2 പന്തങ്ങൾ നാട്ടിയിട്ടുണ്ട്. കാവൽക്കാരെ ആരെയും കണ്ടില്ല. ചിലപ്പോൾ ഉറക്കമായിരിക്കും. സൂക്ഷിക്കണം. അയാൾ താഴെ ഇറങ്ങി. കൂടെയുള്ളവർക്ക് ആവശ്യത്തിനുള്ള നിർദ്ദേശം നൽകി. ഓരോരുത്തരായി മതിലിന് മുകളിൽ വലിഞ്ഞു കയറി. ലീല അരയിൽ നിന്നും കത്തി ഊരിയെടുത്ത് കടിച്ചു പിടിച്ചു. ആവശ്യം വന്നേക്കാം. ശബ്ദമുണ്ടാക്കാതെ അവർ താഴേക്കിറങ്ങി. ഇല്ല, ആരും കണ്ടിട്ടില്ല. അവർ പതുങ്ങി നടന്നു. ആണ്ടി മാളികയുടെ 2ാം നിലയിലേക്ക് നോക്കി. അവിടെ അരണ്ട വെളിച്ചമുണ്ട്. നിലവിളക്ക് തിരിതാഴ്ത്തി വച്ചിട്ടുണ്ടാകും. കയ്യിൽ കരുതിയിരുന്ന പാതാളക്കരണ്ടി ഘടിപ്പിച്ച കയർ അവർ പുറത്തെടുത്തു. ആണ്ടി അത് ആഞ്ഞെറിഞ്ഞു. മാളികയുടെ മുകളിലത്തെ നിലയിലെ തൂണിൽ അതുടക്കി. അയാൾ ആഞ്ഞു വലിച്ചു നോക്കി. ഉറപ്പുണ്ട്. ലീലയാണ് ആദ്യം കയറിയത്. അവൾ മുകളിലെത്തി സ്ഥലം മുഴുവൻ നിരീക്ഷിച്ചു. അവൾ കയറിൽ പിടിച്ച് കുലുക്കി. താഴെ നിൽക്കുന്നവർക്കുള്ള സൂചനയാണ്. അവർ ഓരോരുത്തരായി തൂങ്ങി കയറാൻ തുടങ്ങി. 2 പേർ കൂടി മുകളിലെത്തി. അടുത്ത ഊഴം ആണ്ടിയുടേതാണ്. അയാൾ കയറിൽ തൂങ്ങിക്കയറി. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ തൂണൊടിഞ്ഞു. ആണ്ടി നിലത്ത് വീണു. കാലപ്പഴക്കം കൊണ്ട് തൂണിൻ്റെ അടിഭാഗം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. ശബ്ദം കേട്ടപാടെ കാവൽക്കാർ ഉണർന്നു. പന്തങ്ങൾ തെളിഞ്ഞു. കള്ളൻ, കള്ളൻ, അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. മാളികയുടെ ചുറ്റും വിളക്കുകൾ തെളിഞ്ഞു. ലീലയും മറ്റുള്ളവരും താഴേക്കിറങ്ങാൻ ശ്രമിച്ചു. ഇല്ല, അതിന് നടക്കില്ല. താഴെ കാവൽക്കാർ എത്തിക്കഴിഞ്ഞു. അവർ ആണ്ടിയെയും സംഘത്തെയും വളഞ്ഞു. 2 കാവൽക്കാരെ ആണ്ടി വെട്ടി വീഴ്ത്തി. പക്ഷേ പടിപ്പുരയിൽ നിന്നും പാഞ്ഞു വന്ന ഒരസ്ത്രം അയാളുടെ മുതുകിൽ തറച്ചു. അടുത്ത അമ്പ് തറച്ചത് മറ്റൊരുത്തൻ്റെ നെഞ്ചിലേക്ക്. ലീലയും അവളോടൊപ്പമുള്ളവരും മാളികയ്ക്കുള്ളിലൂടെ ഓടി. കാവൽക്കാർ മാളികയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറി. കോണിപ്പടി കയറി വന്ന കാവൽക്കാരെ ലീല അരിഞ്ഞു വീഴ്ത്തി. എങ്ങനെയും താഴെ എത്തിയേ പറ്റൂ. പക്ഷേ ഗൗണ്ടരും കൂട്ടരും ഉണർന്നു കഴിഞ്ഞു. ഗൗണ്ടർ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. അയാൾ ലീലയുടെ ഒപ്പമുണ്ടായിരുന്നവരെ വെട്ടി വീഴ്ത്തി. അയാൾ ഉച്ചത്തിൽ അലറി. കള്ളപ്പരീക്ഷകളെ ഒറ്റ എണ്ണത്തെ വെറുതെ വിടരുത്. ലീല കത്തിയെടുത്ത് അയാളുടെ നേരെ എറിഞ്ഞു. കൃത്യം കഴുത്തിൽ. അയാളുടെ കയ്യിൽ നിന്നും വാൾ ഊർന്ന് താഴെ വീണു. അവൾ താഴേക്കോടി. ഗൗണ്ടറുടെ കാവൽക്കാർ അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. പക്ഷേ അവളുടെ സാമർഥ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്കായില്ല. അവൾ അവരെ നിഷ്കരുണം കൊന്നു. മാളികയുടെ ചുമരിൽ തെറിച്ച ചോര പലവിധ ചിത്രങ്ങൾ തീർത്തു. കൂട്ടക്കുരുതി. മുറ്റത്ത് ചാടി ഇറങ്ങിയപ്പോഴാണ് ആണ്ടിയും മറ്റുള്ളവരും വീണ് കിടക്കുന്നത് അവൾ കാണുന്നത്. അപ്പൻ പോയി. അവൾ അയാളെ കുലുക്കി വിളിച്ചു. ഇല്ല, ഇനിയൊന്നും ബാക്കിയില്ല. തന്നെ തടയാനെത്തിയവരെയൊക്കെ അവൾ കൊന്നു. പടിപ്പുരയിൽ പതുങ്ങി നിന്ന് അമ്പെയ്തവൻ്റെ തല വെട്ടി വേലിൽ കോർത്ത് മാളിക മുറ്റത്ത് നാട്ടി. അവൾ അലറി കരഞ്ഞു. മാളികയുടെ മുകളിലേക്ക് പന്തങ്ങൾ വലിച്ചെറിഞ്ഞു. ഗൗണ്ടറുടെ മാളിക ഒരു അഗ്നിഗോളം കണക്കെ ജ്വലിച്ചു. അവൾ പുറത്തേക്കിറങ്ങി ഓടി. നേരം പുലരാൻ ഇനിയും സമയമുണ്ട്. താമ്രപർണിയാർ നിറഞ്ഞൊഴുകുകയാണ്. അവൾ വെള്ളത്തിലേക്ക് ചാടി. കുറേ ദൂരം നീന്തി. ശരീരത്തിൻ്റെ പല ഭാഗത്തും മുറിവുകളുള്ളതായി അവൾക്ക് തോന്നി. അങ്ങ് ദൂരെ ഒരു മല കാണാം. അവൾ മലമുകളിലേക്ക് പാഞ്ഞു. നാടുവാഴി അറിഞ്ഞാൽ ഏത് നിമിഷവും പടയെത്തും. ഗൗണ്ടർ നാടുവാഴിക്ക് പ്രിയപ്പെട്ടവനാണ്. മലയിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതാണ്. അവൾ പാറപ്പുറത്തിരുന്ന് നേരം വെളുപ്പിച്ചു. ഇനി എങ്ങോട്ട്? മലയുടെ മുകളിൽ നിന്നും താഴേക്ക് നോക്കി. ഭൂമി നീണ്ട് പരന്ന് കിടക്കുന്നു.
ഒരു വശത്ത് കാടിൻ്റെ പച്ചപ്പ്, മറുവശത്ത് നെല്ല് വിളഞ്ഞ പാടം. കാട് തന്നെയാണ് അഭയം. അവൾ കാട്ടിലേക്ക് നടന്നു. താമസിയാതെ തന്നെ നാടുവാഴിയുടെ പടയാളികളെത്തി. ആണ്ടിയുടെയും മറ്റ് തിരുടന്മാരുടെയും മൃതദേഹങ്ങൾ കണ്ടു. ഗൗണ്ടരും കൂട്ടരും അസ്ഥി കഷ്ണങ്ങളായി കാണും. മാളിക ഒരു വലിയ എല്ലിൻ കൂട് പോലെ. പടയാളികൾ ആണ്ടി എന്ന കരിങ്കള്ളൻ്റെ കഥകൾ ധാരാളം കേട്ടിരുന്നുവെങ്കിലും കാണുന്നത് ഇപ്പോഴാണ്, ജീവനോടെല്ലെന്ന് മാത്രം. ഇയാൾക്കൊരു മോളുണ്ട്, അവൾ കൂട്ടത്തിലില്ലല്ലോ, രക്ഷപ്പെട്ട് കാണും. പടയാളികൾ നാനാവഴിക്ക് പാഞ്ഞു. ലീല ഈ സമയം ലക്ഷ്യമില്ലാതെ കാട്ടിലൂടെ അലയുകയായിരുന്നു. നല്ല ക്ഷീണം. ആഹാരം കഴിച്ചിട്ട് 2 ദിവസമാകാൻ പോകുന്നു. അവളുടെ കാലുകൾ കുഴഞ്ഞു, തല കറങ്ങി നിലത്ത് വീണു. എത്ര നേരം ആ കിടപ്പ് തുടർന്നു എന്നറിയില്ല. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടാണ് അവൾ ഉണർന്നത്. ഞെട്ടിപ്പോയി. കുറേ കാട്ടുപോത്തുകൾ ചുറ്റും. അവൾ സാവധാനം എഴുന്നേറ്റിരുന്നു. പോത്തുകൾ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. ഇല്ല, അവ ഒന്നും ചെയ്യില്ല, അവൾക്ക് ഉറപ്പായിരുന്നു. കുറേ കഴിഞ്ഞ് പോത്തുകൾ മറ്റൊരിടത്തേക്ക് നീങ്ങി. ഈ ഭൂമിയിൽ ബന്ധുക്കളായി വേറെ ആരുമില്ലാത്ത അവളും പോത്തുകൾക്കൊപ്പം നടന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു എരുമയെ അവൾ ശ്രദ്ധിച്ചു. ഗർഭിണിയാണ്. വലിയ വയറും താങ്ങിയുള്ള അതിൻ്റെ നടപ്പ്. ലീല എരുമയെ തലോടി. 3-4 ദിവസങ്ങൾ അങ്ങനെ പിന്നിട്ടു. കാട്ടുചോലയിലെ വെള്ളം കുടിച്ചും കിട്ടുന്നതൊക്കെ പറിച്ചു തിന്നും അവൾ പോത്തുകൾക്കൊപ്പം നടന്നു. ദൂരെ നിന്ന് 2 പേർ തന്നെ നിരീക്ഷിക്കുന്നത് അവൾ അറിഞ്ഞില്ല. അതിലൊരുത്തൻ ഒരു ശബ്ദം മുഴക്കി. പതുങ്ങിയിരുന്ന 2 പേർ കൂടി പുറത്തു വന്നു. തനിക്കെന്തോ അപകടം വരാൻ പോകുന്നുവെന്ന് ലീലയ്ക്ക് മനസ്സിലായി. അവൾ വാളുയർത്തി ചുറ്റും നോക്കി. നാടുവാഴിയുടെ പടയാളികൾ. അവൾ അവരെ കണ്ടു. തൻ്റെ നേരെ പാഞ്ഞെത്തിയവരെ അവൾ നേരിട്ടു. ജീവനോടെ പിടിക്കണമെന്ന കൽപ്പനയുള്ളതിനാൽ അവർ അവളെ കൊല്ലാനല്ല, കുരുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അവൾക്ക് മുന്നും പിന്നും നോക്കാനുണ്ടായിരുന്നില്ല. മനുഷ്യരുടെ ആക്രമണം കണ്ട് പരിഭ്രാന്തരായ എരുമകളും പോത്തുകളും കുതറി ഓടി. ലീല കണ്ണിൽ കണ്ടവരുടെയൊക്കെ കഥ കഴിച്ചു. അവൾ അതിവേഗത്തിൽ അവിടം വിട്ടോടി. കൂടുതൽ പടയാളികൾ എത്താൻ സാധ്യതയുണ്ട്. കുറേ ദൂരം പിന്നിട്ടപ്പോൾ ഒരുത്തൻ അവളുടെ നേരെ ചാടി വീണു. അവളെ ആഞ്ഞു വെട്ടി. എന്നാൽ അസാമാന്യമിടുക്കോടെ അവൾ ഒഴിഞ്ഞു മാറി. 2ാമത്തെ വെട്ടിന് അവളുടെ വാൾ തെറിച്ചു പോയി. അവൻ അവളുടെ നാഭിക്ക് തൊഴിച്ചു. ലീല നിലത്ത് വീണു. അയാൾ വാളുയർത്തി അവളുടെ നേരെ അടുത്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു എരുമ അയാളെ ഇടിച്ചു തെറിപ്പിച്ചു. അയാൾ തെറിച്ച് ദൂരെ ചെന്ന് വീണു. എരുമ ലീലയുടെ അടുത്ത് നിലയുറപ്പിച്ചു. അയാൾ കയ്യിലെ വാൾ അതിന് നേരെ വലിച്ചെറിഞ്ഞു. വാൾ എരുമയുടെ വയറിൽ തറച്ച് കയറി. നിലവിളിച്ചുകൊണ്ടത് ഓടി. ലീലയ്ക്ക് ഇത് കണ്ട് കലി കയറി. അവൾ ചാടി എഴുന്നേറ്റു. അടുത്ത് കിടന്ന കരിങ്കല്ല് കൊണ്ട് അവൾ അയാളുടെ തലയ്ക്കടിച്ചു. നിലത്ത് വീണ അയാളെ അവൾ വാളെടുത്ത് തലങ്ങും വിലങ്ങും വെട്ടി. എരുമയെ നോക്കി, കാണുന്നില്ല. ചോരപ്പാടുകൾ പിന്തുടർന്ന് അവൾ ഓടി. കുറേ ദൂരം പിന്നിട്ടപ്പോൾ കണ്ടു, അത് മരണവെപ്രാളത്തിൽ പിടയുന്നു. എരുമ വാലുയർത്തി പിടിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ചാടി നിൽക്കുന്ന കുഞ്ഞിൻ്റെ തല. താൻ സ്നേഹത്തോടെ തൊട്ട ഗർഭിണിയായ എരുമയാണതെന്ന് അവൾക്ക് മനസ്സിലായി. പുറം ലോകം ജീവനോടെ കാണാൻ വിധിയില്ലാത്ത ആ കുഞ്ഞു തലയിൽ 2 തുറിച്ച കണ്ണുകൾ. അത് അവളുടെ നേരെ നോക്കുന്നത് പോലെ. അവൾ ഉച്ചത്തിൽ കരഞ്ഞു. സങ്കടം സഹിക്കാനായില്ല. അവൾ എരുമയുടെ അടുത്ത് ചെന്നിരുന്നു. ആ ജന്തു പ്രാണന് വേണ്ടി പിടയുന്നു. ഇല്ല, അതിന് ജീവിക്കില്ല. ആ കാഴ്ച കണ്ടു നിൽക്കാനുമാവില്ല. അവൾ അതിൻ്റെ കണ്ണുകൾ പൊത്തി. അതിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് വാൾ അതിൻ്റെ കഴുത്തിലേക്ക് ഇറക്കി. പിടഞ്ഞ് എരുമ പ്രാണൻ വെടിഞ്ഞു. അവൾ നിലത്ത് കമിഴ്ന്ന് കിടന്ന് അതിനെ നമസ്കരിച്ചു. അതിൻ്റെ കൊമ്പുകൾ മുറിച്ചെടുത്ത് അവൾ നടന്നു. ഉൾക്കാട്ടിലെ കാട്ടുചോലയിൽ ലീല ഇറങ്ങി. വസ്ത്രങ്ങൾ വെള്ളത്തിൽ ഉപേക്ഷിച്ചു. ഭൂതകാലത്തിന് ബലിയിട്ടു. കരയ്ക്ക് കയറിയ ശേഷം കാട്ടുവള്ളികൾ കൊണ്ട് ഒരു വളയമുണ്ടാക്കി. എരുമക്കൊമ്പ് അതിൽ ഘടിപ്പിച്ചു. ഇനി ലീലയില്ല, മഹിഷിയേ ഉള്ളൂ. മഹിഷി തനിക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ എരുമയുടെ മകളാണിനി. അവളങ്ങനെ സ്വയം വിശ്വസിച്ചു. പകൽ ഏതെങ്കിലും ഗുഹയിലോ മരത്തിലോ പതുങ്ങിയിരുന്നു. രാത്രി അവൾ നടന്നു, എങ്ങോട്ടെന്നില്ലാതെ. വിശക്കുമ്പോൾ വേട്ടയാടി തിന്നു. വഴിയിൽ വന്നുപെട്ട മനുഷ്യരൊക്കെ അവളുടെ രൂപം കണ്ട് ഭയന്ന് വിറച്ചു. മഹിഷി എന്ന രാക്ഷസി. അവൾ വഴിപോക്കരുടെ കയ്യിലുള്ളതൊക്കെ തട്ടിയെടുത്തു. തടയാൻ വന്നവരെ ആരിഞ്ഞു വീഴ്ത്തി. പതിയെ അവളോടൊപ്പം സഞ്ചരിക്കുന്നവരുടെ എണ്ണം കൂടി. കൊള്ളയും കൊലയും നടത്തിയത് കാരണം രാജസ്ഥാനങ്ങൾ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ചവരാണ് പലരും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുമുണ്ട് കൂട്ടത്തിൽ.
കുളത്തൂപ്പുഴയും അച്ചൻകോവിലുമൊക്കെ പിന്നിട്ട് അവർ നടന്നു. ശബരിമല കാടുകളിൽ എത്തുമ്പോഴേക്കും അവർ വലിയൊരു സംഘമായി കഴിഞ്ഞിരുന്നു. മഹിഷി അവരുടെ നേതാവും. ചിലരൊക്കെ സംഘത്തോട് കലഹിച്ച് കൂട്ടം തെറ്റി. അവരൊന്നും പിന്നെ പുറലോകം കണ്ടിട്ടില്ല. കൊല്ലപ്പെട്ടവരുടെയൊക്കെ മുഖത്ത് അവൾ എരുമയുടെ മുഖം ചാപ്പകുത്തി. അഴുതയുടെ കരയിലെ പാറക്കൂട്ടത്തിൽ മറ്റൊരു അമാവാസി രാത്രി കണ്ട് കിടക്കുമ്പോൾ മഹിഷിയുടെ മനസ്സിലൂടെ പഴയ കാലം അലയടിച്ചു. അവൾ അരയിൽ നിന്നും ചെറിയ കുഴൽ പുറത്തെടുത്തു. അതിൽ കഞ്ചാവ് നിറച്ച് ആഞ്ഞു വലിച്ചു. കഞ്ചാവിൻ്റെ പുക ഇരുട്ടിൽ എന്തൊക്കെയോ രൂപങ്ങൾ തീർത്തു. 30 കൊല്ലമാകുന്നു ലീല മരിച്ചിട്ടും മഹിഷി ജനിച്ചിട്ടും. അവൾ കിങ്കരന്മാരെ നോക്കി. എല്ലാവരും സുഖമായി ഉറങ്ങുന്നു. ഇത് മഹിഷിയുടെ ലോകമാണ്, മഹിഷിയുടെ കാലവും. അവൾ തലയിൽ ധരിച്ചിരുന്ന എരുമക്കൊമ്പ് ഘടിപ്പിച്ച വളയം ഊരി പാറപ്പുറത്ത് വച്ചു. അതിൽ തലോടി. അത് ചെവിയോട് ചേർത്തു. വാൾ കൊണ്ട് പിടഞ്ഞ ഒരമ്മയുടെ, പുറലോകം കാണാതെ പ്രാണനറ്റ അതിൻ്റെ കുഞ്ഞിൻ്റെ പിടച്ചിൽ കേൾക്കാം. അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണീർ ആ കൊമ്പുകളിൽ വീണു.